അപ്പോൾ എൻ്റെ നെയിൽ ആർട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ ഫസ്റ്റ് നെയിൽ ആർട്ട് ചെയ്ത് 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അത് റീടച്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് ഇപ്പോഴും എൻ്റെ നെയിലിന് ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഐ ആം 100% സാറ്റിസ്ഫൈഡ്. ഡിസൈനും കണ്ടില്ലേ, അടിപൊളിയായില്ലേ. ഫസ്റ്റ് ഞാൻ ടൈഗർ ഐ ആണ് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ ടൈഗർ ഐ അല്ല, വേറെ എന്തോ ഐ എന്നാണല്ലോ അതിൻ്റെ പേര്. അതോ ടൈഗർ ഐ എന്നുള്ളത് നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ പേരാണ്. അതിതാ ടൈഗർ ഐ. അത് ഞാൻ മറന്നല്ലോ. എന്തോ ഒരു ഐ ആയിരുന്നു അതാണ് ചെയ്തിരുന്നെങ്കിലും പിന്നെ ഞാൻ ചെയ്തത് അതിൽ ശരിക്കും ആർട്ട് വർക്കാണ് ചെയ്തത്. ഇത് വളരെ നന്നായിട്ടാണ് കുട്ടി ചെയ്തു തന്നു. ഇത് ചെയ്തത് ഞാൻ വീണ്ടും പറയും, എനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 പറയുന്നത്. ഇത് ഞാൻ ചെയ്തത് നെയിലാർട്ട് ഞാൻ ചെയ്തത് നമ്മുടെ കൊടുങ്ങല്ലൂരിൽ മലബാർ ഗോൾഡ് ജ്വല്ലറിയുടെ മുകളിലുള്ള ബാരിക്സ് സലൂണിൽ നിന്നാണ്. ബാരിക്സ് ഫാമിലി സലൂണാണ്. അവിടെ നിന്നാണ് ഞാൻ ഈ നെയിലാർട്ട് ചെയ്തത്. അവിടെ നെയിലാർട്ട് മാത്രമല്ല, എല്ലാ ട്രീറ്റ്മെൻറ്റും 100% പെർഫെക്റ്റാണ്. ഞാൻ അവിടെ നിന്ന് ഹെയർ കളറിങ് ചെയ്യാറുണ്ട്, ഹെയർ സ്ട്രെയിറ്റനിങ് റിബോണ്ടിങ് ചെയ്യാറുണ്ട്, ഫേഷ്യൽ ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ അടുത്ത് ഞാൻ ചെയ്തത് നെയിൽ ആർട്ടാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയാണ്. അപ്പോൾ അത് വീണ്ടും വീണ്ടും പറയാൻ എനിക്കിഷ്ടം. അത് എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ആർക്കെങ്കിലും നെയിൽ ആർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാരിക്സിൽ പോയിക്കോ. കൊടുങ്ങല്ലൂർ അടിപൊളി വർക്കാണ്, നന്നായിട്ട് അവർ നെയിൽ ആർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വിശേഷം. ബായ്. ഒരു ഇല വീണു. ഞാനിവിടെ മരത്തിൻ്റെ താഴെ ഇരിക്കുന്നതാണ്. ബോധി കൊതു, കാലത്തും കൊതുവാ. നമ്മുടെ എന്താ പറയുക, സന്യാസികളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെ ഗുഹാമുഖത്താണ് ഗൈസ്, ഞാൻ ഗുഹാമുഖത്താണ്. കണ്ടില്ലേ എന്ത് ഭംഗിൻ്റെ ഇവിടെയൊക്കെ കാണാൻ. ഇത് ട്രിവാൻഡ്രം കൽപ്പിടിയിൽ എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ്. ഇവിടെ നമ്മുടെ സൂര്യ ചാനലിൻ്റെ 5 സുന്ദരികൾ എന്ന് പറയുന്ന സീരിയലിൻ്റെ ഷൂട്ട് നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് സീൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോർണിംഗ് വൈബൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ വന്നിരുന്ന് ഞാൻ നല്ല രസമാണ്. ഈ ടൗൺ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഷൂട്ടിങ്ങൊക്കെ ആണെങ്കിൽ ഇതേപോലെ നമുക്ക് പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റില്ല. നമ്മുടെ റൂമിൽ തന്നെ ഇരിക്കും. ഷൂട്ട് കഴിയും, റൂമിൽ വരും, ഫുഡ് കഴിക്കും, റൂമിൽ വരും, കിടന്നുറങ്ങും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം കൽപ്പടിയിൽ വന്നപ്പോൾ നമുക്ക് ഇറങ്ങി കാണാനും ഒരുപാട്, എനിക്കല്ലെങ്കിലും പ്രകൃതി രമണീയത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ